2026 വേൾഡ് കപ്പിനൊരുങ്ങുന്ന അർജന്റീനക്ക് ഏറ്റവും വലിയ തിരിച്ചടി എന്തെന്ന് വെച്ചാൽ ഇത്തവണ അർജന്റീനക്കൊപ്പം താങ്കളുടെ മാലാഖയായ ഏഹൽ ഡിമേരിയ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇത്രയും കാലം അർജന്റീൻ കുപ്പായമണിഞ്ഞവൻ ഈ വേൾഡ് കപ്പിന് അർജന്റീനക്കൊപ്പമില്ല. ഇത് അർജന്റീന ആരാധകർക്കും ടീമിനും ഏറെ തിരിച്ചടിയാകുന്ന ഒന്നാണ്. കാരണം ഡിമേരിയ പല ഫൈനലുകളിലും അർജന്റീനയുടെ മാലാഖയായി അവതരിച്ചിട്ടുണ്ട്. ഇത്തവണ ഡിമേരിയ ഇല്ലാതെ അർജന്റീന വേൾഡ് കപ്പിന് കളിക്കാനിറങ്ങുകയാണ്. ഡിമേരിയ ഇല്ലാത്ത ഫൈനലുകൾ ലിയോണൽ മെസ്സിയെയും അർജന്റീനയെയും വേട്ടയാടുന്നത് നമ്മൾ പലതവണ കണ്ടതാണ്. ഇത്തവണ ആരായിരിക്കും വേൾഡ് കപ്പ് നേടുക? ചോദ്യം ഏഹൽ ഡിമേരിയയോടാണ്. ഡിമേരിയയുടെ ഞെട്ടിക്കുന്ന ഉത്തരം നമുക്ക് കേൾക്കാം. ഏറെ ഞെട്ടിപ്പിക്കുന്നത് ഫേവറേറ്റ് ലിസ്റ്റിൽ ഇത്തവണ വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ളവരെ ഡിമേരിയ തിരഞ്ഞെടുത്തപ്പോൾ അർജന്റീന ഇല്ല. പകരം 3 യൂറോപ്യൻ വമ്പൻ ടീമുകളാണ് ഡിമേരിയയുടെ പട്ടികയിലുള്ളത്. തുടർച്ചയായി മികച്ച കളിക്കാരെ വാർത്തെടുക്കുന്ന ഫ്രാൻസാണ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത്. രണ്ടാമതായി നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനാണ്. മൂന്നാമതായി തന്റെ സഹതാരമായിരുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെയുമാണ് അദ്ദേഹം പ്രവചിച്ച 3 ടീമുകൾ. ഫ്രാൻസാണ് ഇപ്പോഴും ഉയർന്ന നിലവാരത്തിൽ തന്നെ കളിക്കുന്നത്. സ്പെയിനാകട്ടെ നിലവിൽ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും മികച്ച ഫോമിലുള്ള താരങ്ങളുള്ള ടീമാണ് സ്പെയിൻ. പോർച്ചുഗൽ ഇത്തവണ അത്ഭുതങ്ങൾ കാണിക്കാൻ കെൽപ്പുള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എങ്കിലും അവരുടെ പരിക്കേറ്റ കളിക്കാർ എങ്ങനെ തിരിച്ചെത്തുന്നു എന്നത് നിർണായകമാകുമെന്നും അദ്ദേഹം ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു. ഫ്രാൻസ് ഇത്തവണയും കിരീട സാധ്യതയുള്ള ടീമുകളിൽ മുൻനിരക്കാരാണ്. എൻ്റെ മുൻ സഹതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലാണ് മറ്റൊരു ശക്തമായ നിര. വീറ്റിൻഹ, ജാവോ നവാസ് തുടങ്ങിയ യുവതാരങ്ങളുടെ സാന്നിധ്യവും പോർച്ചുഗലിന് പുതിയൊരു ശൈലിയും വിജയവും സമ്മാനിക്കുന്നുണ്ട്. ഏഹൽ ഡിമേരിയ മനസ്സ് തുറന്നു പറഞ്ഞു. ഇത്തവണ വേൾഡ് കപ്പ് നേടാൻ അദ്ദേഹം പറയുന്ന സാധ്യത പട്ടികയിലുള്ള 3 ടീമുകൾ ഫ്രാൻസ്, സ്പെയിന്, പോർച്ചുഗൽ എന്നിങ്ങനെ യഥാക്രമമാണ്. നിലവിൽ അർജന്റീനയുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്നു കാണാം ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാരെന്ന്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.